നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് ഡെൽറ്റ മോഡുലേഷൻ ആണ്. ഡെൽറ്റ മോഡുലേഷൻ്റെ നമ്മൾ പറയുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് പൾസ് കോഡ് മോഡുലേഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ പൾസ് കോഡ് മോഡുലേഷൻ്റെ കേസിൽ നമ്മൾ നമ്മുടെ അനലോഗ് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അതിനെ ഒരു സാമ്പിളറിൽ കൂടെ കൊടുത്ത് സാമ്പിളറിൻ്റെ ഔട്ട്പുട്ട് ക്വാണ്ടൈസ് ചെയ്ത് എൻകോഡറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പം നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ എണ്ണം കൂടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ബാൻഡ് വിഡ്ത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ബിറ്റ്സ് ആയതുകൊണ്ട് നമ്മുടെ അവൈലബിൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അത് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡെൽറ്റ മോഡുലേഷൻ സ്കീം പ്രിഫർ ചെയ്യുന്നത്. ഡെൽറ്റ മോഡുലേഷൻ സ്കീമിനകത്ത് സാമ്പിളറിൻ്റെ ഔട്ട്പുട്ട് സാമ്പിൾ ചെയ്തൊരു സിഗ്നൽ, അതായത് ടൈം ഡൊമൈനിൽ സാമ്പിളിൻ്റെ ഔട്ട്പുട്ട് കിട്ടും, പക്ഷേ കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അതായത് ആംപ്ലിറ്റ്യൂഡിൻ്റെ ലെവൽ നമ്മളിപ്പോൾ ഒരു 0 to 8 വോൾട്ട് എന്നുള്ള ആംപ്ലിറ്റ്യൂഡ് ആണെങ്കിൽ 0 to 8 വോൾട്ടിൻ്റെ ഇടയ്ക്ക് എത്ര വേണമെങ്കിലും ആംപ്ലിറ്റ്യൂഡ് ലെവൽസ് വേരി ചെയ്യാം. പക്ഷേ ആ വേരി ചെയ്യുന്ന ആംപ്ലിറ്റ്യൂഡ് ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഡിസ്ക്രീറ്റ് ലെവൽസിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഇതൊരു ഡെൽറ്റ മോഡുലേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. ബ്ലോക്ക് ഡയഗ്രം അനുസരിച്ചാണെങ്കിൽ നമ്മുടെ അനലോഗ് സിഗ്നലിനെ സാമ്പിളറിൻ്റെ ഔട്ട്പുട്ടിലേക്ക് ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആയിട്ട് ഒരു സിഗ്നൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇനി ഈ സിഗ്നലിനെ ഫസ്റ്റ് ലെവൽ ക്വാണ്ടൈസേഷന് ശേഷം അതിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് നോക്കുന്നു. ഡിഫറൻസ് നോക്കിയതിന് ശേഷം ഓരോ ബിറ്റ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓരോ പൾസ് എന്നുള്ള രീതിയിൽ. അതായത് ഇവിടെ 2 സിഗ്നൽസ് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സിഗ്നലാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ അനലോഗ് സിഗ്നൽ x(t). അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഈ മോഡുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നലാണ് ഈ സ്റ്റെയർ കേസ് സിഗ്നൽ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 0 നമ്മുടെ ഫസ്റ്റ് കേസിൽ അവിടെ പൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ലെവൽ വരുമ്പോഴത്തേക്കും 1 എന്നുള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സ്റ്റെയർ കേസും അനലോഗ് സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ കൂടുതലെന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു പൾസ് ട്രെയിൻ ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 1-ൽ നമ്മൾ സിഗ്നൽ നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് പ്രയറായിട്ട് നിൽക്കുന്ന സ്റ്റെയർ കേസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്, സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറവുമാണ്. ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന എറർ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വോൾട്ട് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഒരു നെഗറ്റീവ് വോൾട്ട് ജനറേറ്റ് ചെയ്യുമ്പം ഈ ക്വാണ്ടൈസർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയ്ക്കും സ്റ്റെയർ കേസിൻ്റെ. അതായത് ഹൈ ആയിട്ട് നിന്നിരുന്ന പൾസ് ലോ ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പൾസിൻ്റെയും സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിരിക്കും. ആ സ്റ്റെപ്പ് സൈസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഈ ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് ത്രൂ ഔട്ട് ദ സിഗ്നൽ സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ സിഗ്നലും ഡെൽറ്റ മോഡുലേറ്റഡ് സിഗ്നലും രണ്ടും ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 സിഗ്നൽസും തമ്മിലുള്ള വേരിയേഷൻ, അതായത് x(t) എന്നുള്ള നമ്മുടെ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ അനലോഗ് സിഗ്നലും നമുക്ക് ഡെൽറ്റ മോഡുലേറ്റഡ് ആയിട്ട് കിട്ടുന്ന സ്റ്റെയർ കേസ് സിഗ്നലും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ 0 to 4 വരെയുള്ള പീരീഡിൽ മെസ്സേജ് സിഗ്നൽ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ്. പക്ഷെ ആ സമയത്ത് ഡെൽറ്റ മോഡുലേറ്റഡ് ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പൾസ് ആയിട്ട് ഇതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് റീക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെ മെസ്സേജ് സിഗ്നൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് സ്റ്റെയർ കേസ് സിഗ്നൽ വേരി ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു എററാണ് ഗ്രാനുലാർ നോയ്സ് അല്ലെങ്കിൽ ഐഡിൽ എറർ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അനലോഗ് സിഗ്നൽ പെട്ടെന്ന് വേരി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് സ്റ്റീപ്പ് വളരെ പെട്ടെന്നത് ഇൻക്രീസ് ചെയ്യുമ്പം സ്റ്റെപ്പ് സൈസ് യൂണിഫോം ആയതുകൊണ്ട് ഡെൽറ്റ മോഡുലേഷനകത്ത് സ്റ്റെപ്പിൻ്റെ ഇൻക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4-ൽ നിന്ന് 5-ലേക്ക് വരുമ്പം ഒരു ഡെൽറ്റ ഹൈറ്റ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. 5-ൽ നിന്ന് 6-ലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ഡെൽറ്റ ഹൈറ്റ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് മെസ്സേജ് സിഗ്നൽ ഒറിജിനൽ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും മോഡുലേറ്റഡ് സിഗ്നൽ തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സിഗ്നൽസ് തമ്മിൽ ഉള്ള ആ മാച്ചിങ് കുറയും. അങ്ങനെ സംഭവിക്കുന്ന എററിനെയാണ് നമ്മൾ സ്ലോപ്പ് ഓവർലോഡ് എറർ എന്ന് പറയുന്നത്. ഈ 2 എറേഴ്സുമാണ് മെയിനായിട്ടും ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ഈ ബ്ലോക്കിൻ്റെ ഇതാണ് മെയിനായിട്ട് ഈ ഫീഡ്ബാക്ക് ലൂപ്പ് വരുന്നിടത്താണ് മെയിനായിട്ട് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ സാമ്പിളറിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും ഡിസ്ക്രീറ്റ് സാമ്പിൾസ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് NDS എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആ സാമ്പിളും നമ്മുടെ സ്റ്റെയർ കേസുമായിട്ട് കമ്പാരിസൺ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. കമ്പയർ ചെയ്ത് കഴിയുമ്പം ഇതാണ് കമ്പാരിസൺ പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഒരു എറർ സിഗ്നൽ ENTS ഇവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. ആ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പിളറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന സിഗ്നലും ഈ ഇൻ്റഗ്രേറ്ററിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എക്സ് NTSും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഈ ഡിഫറൻസിൻ്റെ വാല്യൂ ഇപ്പം നമ്മുടെ ഇൻപുട്ട് സിഗ്നലാണ് ഗ്രേറ്റർ എക്സ് എങ്കിൽ ഈ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ടായിട്ട് വരുന്നിടത്ത് ഒരു ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മുടെ അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എക്സ് NTSനേക്കാളും കൂടുതലാണെങ്കിൽ സ്റ്റെയർകേസ് സിഗ്നലിൻ്റെ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്യും. ഇനി നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ, അതായത് ആക്ച്വൽ അനലോഗ് സിഗ്നലിൻ്റെ ലെവല് നമ്മൾ കമ്പയർ ചെയ്യുന്ന എക്സ് NTSുമായിട്ട് നോക്കുമ്പം കുറവാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് സൈസ് മൈനസ് ഡെൽറ്റ, അതായത് ആ ഒരു ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ സാമ്പിളിനെയും കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഡെൽറ്റ സ്റ്റെപ്പ് സൈസിലുള്ള ഒരു പൾസ് ട്രെയിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു സ്റ്റെയർകേസ് സിഗ്നലായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ സ്റ്റെയർകേസ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഇമ്പൾസ് ട്രെയിനിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇമ്പൾസ് ജനറേറ്റർ ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പൾസുകൾ, യൂണിഫോം ആംപ്ലിറ്റ്യൂഡിലുള്ള ഇമ്പൾസുകൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ നമ്മുടെ ക്വാണ്ടൈസറിൻ്റെ ഔട്ട്പുട്ടിൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ കമ്പാരിസണിലേക്ക് വരുമ്പം ഈ ക്വാണ്ടൈസ്ഡ് ഔട്ട്പുട്ടിൻ്റെ വാല്യൂ ഈ എറർ സിഗ്നൽ നോക്കിയിട്ട് ഈ ഇമ്പൾസിൻ്റെ പൊളാരിറ്റി പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആയിട്ട് റിവേഴ്സ് ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ വർക്കിംഗ്. ഫൈനലായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന സിഗ്നൽ, ഈ DM സിഗ്നൽ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഡെൽറ്റ മോഡുലേറ്റഡ് സിഗ്നൽ ഒരു സ്റ്റെയർകേസ് സിഗ്നൽ ആയിരിക്കും. ആ സ്റ്റെയർകേസിൻ്റെ ഓരോ സ്റ്റെപ്പും ആ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് ഡെൽറ്റ ആയിരിക്കും അതിൻ്റെ ഹൈറ്റ്. ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിൽ നമ്മൾ മെയിനായിട്ടും കൺസിഡർ ചെയ്ത രണ്ട് എറർ എന്ന് പറയുന്നത് ഗ്രാനുലാർ നോയ്സിൻ്റെ കേസ് പറഞ്ഞു, അതുപോലെ സ്ലോപ്പ് ഓവർലോഡ് നോയ്സിൻ്റെ കേസ് പറഞ്ഞു. ഗ്രാനുലാർ നോയ്സ് സംഭവിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു, ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന സമയത്താണ് ഗ്രാനുലാർ നോയ്സ് അല്ലെങ്കിൽ ഗ്രാനുലാർ എറർ സംഭവിക്കുന്നത്. നേരെ മറിച്ച് സ്റ്റെപ്പ് സൈസ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുവാണ്, പ്ലസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ, അതായത് സ്റ്റെപ്പിൻ്റെ സൈസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് പോകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അനലോഗ് സിഗ്നലും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ ഒരു കേസിൽ സ്ലോപ്പ് ഓവർലോഡ് നോയ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ മൈനസ് ഡെൽറ്റ ആയിട്ട് സ്റ്റെപ്പ് സൈസ് നമ്മൾ കുറച്ച് കൊണ്ടുവരുവാണെങ്കിലും ഇതേ എറർ തന്നെ ഡിറ്റക്ട് ചെയ്യും. ഇനി ഈ രണ്ട് സിറ്റുവേഷൻസും നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ എന്നുള്ള രീതിയിൽ അടുത്ത ഒരു മോഡുലേഷൻ സ്കീമിലേക്ക് റെഫർ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിൽ സ്റ്റെപ്പ് സൈസ് യൂണിഫോം ആയിരുന്നെങ്കിൽ അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിൽ സ്റ്റെപ്പ് സൈസ് നമ്മൾ വേരി ചെയ്യുന്നുണ്ട്. അതായത് അതെപ്പോഴും ഫിക്സഡ് ആയിട്ട് ഡെൽറ്റ ആയിരിക്കത്തില്ല സ്റ്റെപ്പ് സൈസ്. ആ ഡെൽറ്റ എന്നുള്ളത് 2 ഡെൽറ്റ 3 ഡെൽറ്റ എത്ര വേണമെങ്കിലും നമുക്ക് വേരി ചെയ്യാം. അത് 3 ഡെൽറ്റ നമുക്ക് കൂട്ടാം, അതുപോലെ നമുക്ക് -3 ഡെൽറ്റ എന്നുള്ള രീതിയിൽ സ്റ്റെപ്പ് സൈസ് കുറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ ഒറിജിനൽ സിഗ്നൽ വെച്ച് കമ്പയർ ചെയ്തിട്ട് കുറച്ചുകൂടെ നമുക്ക് സിഗ്നലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റെയർകേസ് സിഗ്നൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിൽ. ഇതിനകത്ത് നമ്മൾ ഡെൽറ്റ മോഡുലേഷൻ്റെ ബ്ലോക്ക് ഡയഗ്രം കണ്ട് ഇത്രയും സെക്ഷൻ ഡെൽറ്റ മോഡുലേഷൻ്റെ തന്നെ സെയിം ബ്ലോക്സ് തന്നെയാണ്. അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ് സൈസ് ലോജിക് കൺട്രോൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. ഈ കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്നത്, നേരത്തെ നമ്മൾ 1 ബിറ്റ് ക്വാണ്ടൈസർ വെച്ചിട്ട് സ്റ്റെപ്പ് സൈസ് നമ്മൾ ഡെൽറ്റ വെച്ച് കൂട്ടുക അല്ലെങ്കിൽ ഡെൽറ്റ വെച്ച് കുറയ്ക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ, ഇവിടെ സ്റ്റെപ്പ് സൈസ് ലോജിക് കൺട്രോള് എത്ര ബിറ്റ് നമ്മൾ ഇൻക്രിമെൻറ്റ് കൊടുക്കണം അല്ലെങ്കിൽ എത്ര ബിറ്റ് ഡിക്രിമെൻറ്റ് കൊടുക്കണം എന്നുള്ള കൺട്രോൾസ് നമ്മൾ ഇവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ക്വാണ്ടൈസർ ഒരു പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടിയുള്ള ഇക്വേഷൻസ് ആണിത്. സ്റ്റെപ്പ് സൈസ് ലോജിക് കൺട്രോള് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഡെൽറ്റ എൻ എന്നുള്ളത് ഏതെങ്കിലും ഒരു മൊമെൻറ്റിലെ സ്റ്റെപ്പ് സൈസ് ആണെങ്കിൽ അത് നമുക്കതിൻ്റെ തൊട്ട് മുമ്പിലത്തെ സ്റ്റെയർ കേസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ആ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന എറർ സിഗ്നലും കൂടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം ഈ സ്റ്റെപ്പ് സൈസ് ലോജിക് കൺട്രോളർ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ എന്താണോ, അതിപ്പം 3 ഡെൽറ്റ 2 ഡെൽറ്റ 0 എന്ത് വേണമെങ്കിലും ആവാം. പോസിറ്റീവ് ആവാം അതിൻ്റെ വാല്യൂ, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആകാം. സ്റ്റെപ്പ് സൈസ് ലോജിക് കൺട്രോളിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ യൂണിറ്റ് വെച്ചിട്ട് സ്റ്റെപ്പിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും.
ലോജിക് കൺട്രോളിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ അതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ അതിൻ്റെ യൂണിറ്റ് അത്രയും സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യും. ഇനി ലോജിക് കൺട്രോളിൽ കിട്ടുന്ന വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെപ്പ് ആ സ്റ്റെയർ കേസ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. അവിടെ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മളൊരു ഹൈ ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ലെവൽ തന്നെ അത് റീറ്റെയിൻ ചെയ്യും. അതാണ് ശരിക്കും സ്റ്റെപ്പ് സൈസ് ലോജിക് കൺട്രോളിൽ നടക്കുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോം ചെയ്തെടുക്കുന്നത്. ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റെയർ കേസ് സിഗ്നൽ അഡാപ്റ്റ് ചെയ്യും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന അനലോഗ് സിഗ്നലിനെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്റ്റെയർ കേസ് ജസ്റ്റ് യൂണിഫോം ആയിട്ടുള്ള സ്റ്റെപ്പ് സൈസ് ഉള്ള ഡെൽറ്റ സ്റ്റെപ്പ് സൈസ് ഉള്ള ഒരു സിഗ്നലായിട്ട് മുമ്പോട്ട് പോകാതെ മറിച്ച് അഡാപ്റ്റ് ചെയ്തിട്ട് ഓരോ സമയത്തും വരുന്ന അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് സൈസ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ആണ് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഒരു സിഗ്നലും അതിൻ്റെ ഒറിജിനലായിട്ട് നമുക്കുള്ള എക്സ് ഓഫ് ടി സിഗ്നലും. എക്സ് ഓഫ് ടി സിഗ്നലിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അനലോഗ് സിഗ്നലാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സ്റ്റെയർ കേസ് ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഈ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് സൈസ് വേരിയബിൾ ആണ് ഡെൽറ്റ മോഡുലേഷനായിട്ട് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക്. അപ്പം അതുവഴി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 എററുകൾ, സ്ലോപ്പ് ഓവർലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ സിഗ്നലും മോഡുലേറ്റ് ചെയ്ത് കിട്ടുന്ന സിഗ്നലും തമ്മിൽ നല്ല ഡിഫറൻസ് വരുമ്പോഴാണ് നമുക്ക് സ്ലോപ്പ് ഓവർലോഡ് വരുന്നത്. ഇവിടെ നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് സൈസ് ഇവിടെ ഇൻക്രീസ് ചെയ്തു. ഈ 2 ലെവൽ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ മോഡുലേഷനകത്ത് ഇൻക്രീസ് ചെയ്യുമായിരുന്നെങ്കിൽ ഇതേ യൂണിറ്റ് തന്നെ ഹൈറ്റുള്ള ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഈ 3ാമത്തെ സ്റ്റെപ്പിന് ശേഷം ഓൾമോസ്റ്റ് 3 times ഹൈറ്റുള്ളൊരു സ്റ്റെപ്പായിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അത് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്ലോക്കിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സ്റ്റെപ്പ് സൈസ് ലോജിക് കൺട്രോൾ യൂണിറ്റ് വഴിയാണ് ഈ ഒരു ഡിസിഷൻ മേക്ക് ചെയ്തിട്ട് ഒറിജിനൽ സിഗ്നലും നമുക്ക് ഫോം ചെയ്തിരിക്കുന്ന സ്റ്റെയർ കേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ട് നമ്മളത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്ലോപ്പ് ഓവർലോഡ് വരുന്ന കേസ് നമ്മൾ മാറ്റി. നേരെ മറിച്ച് ഈ സിഗ്നൽ ഇവിടെ എത്തി അതിനുശേഷം സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന സാഹചര്യത്തിൽ ഇവിടെ എത്തി നമ്മുടെ സ്റ്റെയർ കേസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിനേക്കാളും മുകളിലേക്ക് കയറി പിന്നീട് അവിടുന്ന് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഡെൽറ്റ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ സിഗ്നലുമായിട്ട് നമുക്ക് റീച്ചബിൾ അല്ല. അപ്പം നേരെ മറിച്ച് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻക്രിമെൻറ്റ് കൊടുത്തതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ സ്റ്റെപ്പ് സൈസ് അവിടെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ സ്റ്റെപ്പിൻ്റെ ലെവൽ നമ്മുടെ ഒറിജിനൽ സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിൻ്റെ താഴെ നമ്മൾ എത്തിച്ചു. ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പം മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അതിൻ്റെ തൊട്ട് പ്രയറായിട്ട് വരുന്ന സ്റ്റെയർ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കൂടുതലായതുകൊണ്ട് സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ വീണ്ടും സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്തു, വീണ്ടും ഡിക്രീസ് ചെയ്തു. ഇനി ഈ ഒരു സ്റ്റേജ് വരെ വരുമ്പം നമ്മൾ ആദ്യം പറയുന്ന എറർ, അതായത് സ്ലോപ്പ് ഓവർലോഡ് എറർ, നമ്മളിവിടെ ഒരു പരിധി വരെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രാനുലാർ നോയ്സ് വരുന്നത് സിഗ്നലിന് വേരിയേഷൻസ് വരാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ കണ്ടിന്യൂസ് അനലോഗ് സിഗ്നൽ ഇവിടെ എത്തിയതിന് ശേഷം ഓൾമോസ്റ്റ് സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം സ്റ്റെപ്പ് സൈസ് യൂണിഫോം ആയിട്ട് നിൽക്കണം. അതായത് സ്റ്റെപ്പ് സൈസ് വീണ്ടും വേരി ചെയ്യാതെ എവിടെയാണോ സ്റ്റെപ്പ് സൈസ് നമ്മൾ ആ പൾസ് എവിടെയാണോ അവിടെ തന്നെ സ്റ്റേബിളായിട്ട് റീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാനുലാർ നോയ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് ഇവിടെ സംഭവിക്കുന്നുണ്ട്. കാരണം ഇനീഷ്യലി നമ്മുടെ സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് ഇത്രയായിരുന്നെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റെപ്പിൻ്റെ വിഡ്ത്ത് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരുന്നു ആ സ്റ്റെപ്പിൻ്റെ ലെവൽ, അതേ ലെവലിൽ തന്നെ ഇവിടെ അത് കണ്ടിന്യൂ ചെയ്യുമ്പം ഗ്രാനുലാർ നോയ്സ് കൊണ്ടുണ്ടാകുന്ന എറേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് സൈസ് ഉള്ള ഒരു വേവ് ഫോം ആയിട്ടായിരിക്കും നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിൽ. അപ്പം അതുവഴി ഡെൽറ്റ മോഡുലേഷനകത്ത് നമ്മൾ കൺസിഡർ ചെയ്ത 2 എറർ, സ്ലോപ്പ് ഓവർലോഡ് എററും അതുപോലെ ഗ്രാനുലാർ നോയ്സും നമുക്ക് അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ സിഗ്നൽ, ഒറിജിനൽ സിഗ്നലും മോഡുലേറ്റഡ് സിഗ്നലുമായിട്ട് വീണ്ടും റീകൺസ്ട്രക്ഷനിലേക്ക് വരുമ്പം ഡിഫറൻസ് കുറയ്ക്കാൻ നമുക്ക് ഇതുവഴി സാധിക്കും. So far we have seen delta modulation and adaptive delta modulation. At the same time, as I told earlier that pulse code modulated signal, there will be more number of bits per sample. While in the case of delta modulation, adaptive delta modulation, per sample we will be transmitting a single bit. Therefore, delta modulation is also termed as 1 bit DPCM.
1 bit differential pulse code modulation. In PCM, the original signal is first sampled and we will be getting samples such that it will be discrete in time and its amplitude level will be continuous in amplitude. That is, amplitude can take any levels between the range of our maximum range, maximum limit. Here the input signal vary from 0 to 5 volt. So the sample level will be anywhere between 0 and 5. Here the first sample value is 1.2 and the corresponding quantizer output will be 1. Quantizer perform the operation, the sampled value and its nearest level of quantization will be approximated. Here 1.2 is nearer to 1, so 1.2 level will be approximated as 1 and 2.3 will be approximated as 3. Also in PCM, the encoder defines the total number of bits required to transmit a sample. For example, if the encoder defines each sample in 2 bits, where n equal to 2, the number of quantization levels will be 2 raised to n. That is, the number of levels will be 4. Each level will be represented by 2 bit. 1 will be represented as 0, 0, 3 will be represented as 0, 1, 5 will be represented as 1, 0 and 7 will be represented as 1, 1. That is, for each sample, we need to transmit 2 bits. And if the quantization levels increase for effective reconstruction of the signal at the receiver, what will happen is that if the total number of quantization level is 7, in order to define the 7th level, we need 3 bits. So as the number of bits increase, then the total bandwidth requirement will also improve. That is undesirable. So in order to avoid that, in delta modulation, for each sample, we need to transmit a single bit, either 1 or 0. While in the case of delta modulation and adaptive delta modulation, each sample will be represented by using a single bit. As I told, in delta modulation, the step size will be uniform and which will be equal to delta. And if the signal level is rising, we will continuously add delta to the staircase. And if the signal level is lower than the prior value of staircase signal, then we will add a minus delta to the staircase. Likewise, we will modulate the analog signal into a staircase signal, and for each sample we will be getting a 0 or 1. If the signal is continuously gaining amplitude, the staircase value will also be having values corresponding to the signal, analog signal. Here, from the first step to the next, till we reach the maximum corresponding to a rise in staircase, we are transmitting 1 for each step. And when the signal level decrease, correspondingly the staircase level also decrease, and for a minus delta value, the corresponding bit transmitted will be 0. In the case of adaptive delta modulation, here we vary the step size in order to reduce quantization errors, slope overload noise as well as granular noise when the output, when the input remains almost in a stable level. For example, when the signal level rises in a fast manner, if we follow delta modulation where the step size is uniform, there will be slope overload noise. But here we increase the step size. Here you can see that the delta 2 value will be greater than delta 1, while in the case of delta modulation, the step size will be uniform. But in the case of adaptive delta modulation, we can vary the step size, but each step will transmit either 1 or 0. In the case of an increasing slope, the transmitted bit will be 1,
and in the case of a decreasing slope, the transmitted bit will be 0. Thus, the bandwidth requirement is reduced in the case of delta modulation and adaptive delta modulation. Digital modulation schemes, pulse code modulation, delta modulation, adaptive delta modulation, we discuss this. In pulse code modulation case, all sample represent bit and encoder define encoder we set 3 bit or 2 bit that condensation levels increase. If condensation levels increase, corresponding bandwidth improve. That is undesirable condition in communication case. That's delta modulation and adaptive delta modulation schemes prefer. Delta modulation case, all sample corresponding to 1 or 0 transmit. Step size continuous increase that's corresponding to transmit 1. Step size continuous decrease that's corresponding to transmit 0. But there is noise in delta modulation case. That is slope overload noise. That is our original signal staircase height uniform. That's a deviation. There is original variation in the modulated signal. That is slope overload noise. That's increase step size continuous decrease. In class pattern plus delta continuous. Minus delta continuous. This slope overload noise identify. In the noise granular noise. Granular noise in the case, our signal constant all case staircase vary. High, low. അങ്ങനെ വരുമ്പോഴും നമ്മുടെ അപ്രോക്സിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒറിജിനലുമായിട്ട് ഒത്തിരി ഡീവിയേഷൻസ് വരും. അപ്പം ഈ രണ്ട് നോയ്സും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിലെ യൂണിഫോം സ്റ്റെപ്പ് സൈസ്, അതായത് ഡെൽറ്റ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ അഡാപ്റ്റീവ് ഡെൽറ്റ എന്നുള്ള രീതിയിൽ ആ ഡെൽറ്റ സൈസ് സ്റ്റെപ്പ് സൈസ് നമ്മൾ ഓരോ സാമ്പിളിനും നമ്മൾ വേരി ചെയ്യിക്കും. അതായത് ചിലപ്പം നമ്മൾ ഒറിജിനൽ സിഗ്നലുമായിട്ട് മീറ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി ഡെൽറ്റ സൈസ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം 2 ഡെൽറ്റ 3 ഡെൽറ്റ അത് എത്രയാണോ നമ്മുടെ റിക്വയർമെൻറ്റ് അതിനനുസരിച്ച് നമ്മൾ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. അതുവഴി നമ്മൾ ഈ ക്വാണ്ടൈസേഷൻ എറേഴ്സ്, അതായത് സ്ലോപ്പ് ഓവർലോഡ് നോയ്സും ഗ്രാനുലാർ നോയ്സും റെഡ്യൂസ് ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ സ്റ്റേബിൾ ആവുന്ന സമയത്ത് ഈ ഡെൽറ്റയുടെ വാല്യൂ ആ സ്റ്റെയർ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് പകരം ആ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് അപ്രോക്സിമേഷൻ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ കിട്ടും. അതുവഴി നമുക്ക് ഗ്രാനുലാർ നോയ്സും ഒഴിവാക്കാൻ സാധിക്കും. ഈ രണ്ട് കേസിലും ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിലാണെങ്കിലും അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ്റെ കേസിലാണെങ്കിലും സ്റ്റെപ്പ് സൈസിന് വരുന്ന ഡിഫറൻസും ഒഴിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ സാമ്പിളിനും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതർ 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. അതുവഴി ബാൻഡ് വിഡ്ത്ത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് പൾസ് കോഡ് മോഡുലേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡെൽറ്റ മോഡുലേഷൻ്റെയും അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ്റെയും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. താങ്ക് യു.